ദിനം പ്രതി സ്വർണത്തിന്റെ വില കുതിച്ചുയരുകയാണ്. ഇക്കണക്കിന് പോകുകയാണെങ്കിൽ സ്വർണത്തിന്റെ വില ഇവിടെയൊന്നും നിൽക്കുന്ന സാഹചര്യങ്ങളല്ല അരങ്ങേറുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വ്യാപാര നയങ്ങൾ നാണയപ്പെരുപ്പ ഭീഷണി വീണ്ടും ഉയർത്തുമെന്ന ആശങ്കയിൽ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഇന്നലെ പുതിയ റെക്കോർഡ് ഉയരത്തിലെത്തിയിരുന്നു. ഇതിന് ചുവട് പിടിച്ചുകൊണ്ട് സംസ്ഥാനത്ത് പവന് വില 680 രൂപ വർദ്ധിച്ച് 60,760 രൂപയിലെത്തിയിട്ടുണ്ട്. ഗ്രാമിന്റെ വിലയായിക്കോട്ടെ 85 രൂപ ഉയർന്ന 7,595 രൂപയിലുമെത്തി. ജനുവരി 24 രേഖപ്പെടുത്തിയ 60,440 രൂപ എന്ന റെക്കോർഡാണ് സ്വർണം പവൻ വില പുതുക്കിയത്. ന്യൂഡൽഹി വില 10 ഗ്രാമിന് 170 രൂപ വർധനയോടെ 82,900 രൂപയിലെത്തി റെക്കോർഡിട്ടു. രാജ്യാന്തര വിപണിയിൽ സ്വർണം ഔൺസിന് വില $2,762 ആഗോള വ്യാപാര യുദ്ധം അനിശ്ചിതത്വം കൂട്ടുമെന്ന ആശങ്കയിൽ വൻകിട ഫണ്ടുകളും വിവിധ കേന്ദ്ര ബാങ്കുകളും സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ്. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ രാജ്യാന്തര വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $3,000 കവിഞ്ഞ് മുന്നേറിയേക്കും. ഇതോടെ ഇന്ത്യയിൽ പവൻ വില 65,000 കടന്നേക്കും. ഒരു വർഷത്തിനിടെ സ്വർണ്ണവിലയിൽ 32% വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. ജനുവരി 1 പവന് വില 57,200 രൂപയായിരുന്നു. കേവലം 3 ആഴ്ചക്കിടെ പവൻ വിലയിൽ 3,560 രൂപയുടെ വർധനയാണ് ഉണ്ടായത്. 18 ക്യാരറ്റ് സ്വർണത്തിന് 50,000 രൂപ കടന്നു. 18 ക്യാരറ്റ് സ്വർണത്തിനും ഇന്നലെ വില കൂടിയ സാഹചര്യമാണ്. 6,275 രൂപ ഗ്രാമിനും 50,200 രൂപ പവനും വിലയായി. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 4,780 രൂപയും പവന് 38,240 രൂപയുമായിരുന്നു. 11,960 രൂപയാണ് ഒരു വർഷത്തിനിടെ വർദ്ധിച്ചിരിക്കുന്നത്. 22 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 5,780 രൂപയിൽ നിന്ന് 7,595 രൂപയെ വർദ്ധിച്ചിട്ടുണ്ട്. പവന് 46,240 രൂപയിൽ നിന്നും 60,760 രൂപയുമായി. 14,520 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. വെള്ളിക്ക് ഒരു വർഷത്തിനിടെ 78 രൂപയിൽ നിന്നും 98 രൂപയായി. 20 രൂപയുടെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത്. 22 ക്യാരറ്റുള്ള ആഭരണങ്ങൾ മാത്രമാണ് ബാങ്കുകൾ സ്വർണ്ണ പണയത്തിന് വേണ്ടി സ്വീകരിക്കുക. 22 ക്യാരറ്റിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കാനുള്ള ഒരു കാരണവും അതുതന്നെയാണ്. 18 ക്യാരറ്റിന്റെ വില കൂടി വരുന്ന സാഹചര്യത്തിൽ ബാങ്കുകൾ ഇവ കൂടി സ്വീകരിച്ചേക്കാം. പുതിയ സാഹചര്യത്തിൽ 14 ക്യാരറ്റ് സ്വർണത്തിനും ഹാൾമാർക്കിംഗ് HUID രേഖപ്പെടുത്തണമെന്ന ആവശ്യമുണ്ടെന്ന് ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് S. അബ്ദുൽ നാസർ പറഞ്ഞു. അതേസമയം സ്വർണ്ണവില ഓരോ ദിവസവും കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇനിയും വില ഏറുമെന്നത് തന്നെയാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വിവിധ രാജ്യങ്ങളും കോടീശ്വരന്മാരും സുരക്ഷിത നിക്ഷേപമായി സ്വർണത്തെ കണ്ടു തുടങ്ങിയതോടെയാണ് അതിവേഗ വില വർധനവുണ്ടാകുന്നത്. ഫെബ്രുവരി 1 ബജറ്റിൽ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കൂട്ടിയാൽ ഇനിയും വില കൂടും. മാത്രമല്ല അമേരിക്ക പലിശ നിരക്ക് കുറയ്ക്കും എന്ന അഭ്യൂഹങ്ങളും വില കയറുമെന്ന സൂചന നൽകുന്നതാണ്. അതിനിടെയാണ് വിപണിയിൽ സ്വർണം വാങ്ങാനെത്തുന്നവർ ട്രെൻഡ് മാറ്റുന്നത്. നിക്ഷേപമായി സ്വർണം വാങ്ങുന്നവർ 24 ക്യാരറ്റിനെ ആശ്രയിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ആഭരണത്തിന് വേണ്ടി എല്ലാവരും 22 ക്യാരറ്റിനെ ആശ്രയിക്കുന്ന സാഹചര്യമാണ്. വിലയേറിയതോടെ ആയിക്കോട്ടെ 18 ക്യാരറ്റിലേക്ക് ആഭരണ പ്രേമികൾ മാറിയിട്ടുണ്ട് ഇപ്പോൾ. എന്നാൽ 18 ക്യാരറ്റിനും വില കൂടുകയാണ്. ഈ സാഹചര്യത്തിൽ 14 ക്യാരറ്റിൽ വ്യത്യസ്തമായ ആഭരണങ്ങൾ ഇറക്കുകയാണ് വ്യാപാരികൾ. മലയാളികളാണെങ്കിൽ പണ്ട് മുതലേ ഉപയോഗിക്കുന്നതാണ് ഈ സ്വർണ്ണാഭരണങ്ങളൊക്കെ. ഒരു വിവാഹ ചടങ്ങെത്തിയാലും സ്വർണം ഒഴിച്ചുകൂടാൻ പറ്റാത്ത സാഹചര്യമാണ് മലയാളികൾക്ക്. എന്നാൽ നിലവിലെ ഈ സാഹചര്യങ്ങളിൽ സ്വർണം സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സ്ഥിതിയാണ്. 14 ക്യാരറ്റിലേക്ക് സ്വർണം എത്തിയാലും മലയാളികൾ ഒരു മടിയും കൂടാതെ വാങ്ങും എന്നതും തീർച്ചയാണ്. അതേസമയം വെള്ളിയുടെ വിലയിലും ഈ വില വ്യത്യാസം പ്രകടമാണ്. ഒരു വർഷം മുൻപ് ഗ്രാമിന് 78 രൂപയായിരുന്നു വെള്ളിക്ക് കേരളത്തിൽ നൽകേണ്ടിയിരുന്നത്. ഇന്നത് 98 രൂപയാണ്. അതായത് ഗ്രാമിന് 20 രൂപ കൂടി. സ്വർണ്ണവില വൻതോതിൽ കൂടി വരുന്നതിനാൽ 14 ക്യാരറ്റ് സ്വർണത്തിലേക്ക് കൂടുതൽ പേർ ആകർഷിക്കപ്പെടുന്നു എന്ന മാറ്റവും വിപണിയിൽ സംഭവിക്കുന്നത് ശ്രദ്ധേയമാണ്. ഈ ക്യാരറ്റിലുള്ള സ്വർണം വിപണിയിൽ നിറയുകയുമാണ്. 24 ക്യാരറ്റിൽ സമ്പൂർണ്ണമായ സ്വർണ്ണമായിരിക്കും. മറ്റു ലോഹങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകില്ല. 22 ക്യാരറ്റ് സ്വർണത്തിൽ 9% ചെമ്പ് ഉൾപ്പെടെയുള്ള മറ്റു ലോഹങ്ങൾ ഉണ്ടാകും. എന്നാൽ 18 ക്യാരറ്റിൽ 25% മറ്റു ലോഹങ്ങൾ ഉൾപ്പെടുത്തും. 14 ക്യാരറ്റിലാകട്ടെ 58% സ്വർണവും 42% മറ്റ് ലോഹങ്ങളും അടങ്ങിയതായിരിക്കും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.